ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു വെച്ചതിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് നോ വാലിഡേറ്റ്, അതേപോലെ തന്നെ വാല്യൂ, നെയിം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ അതേ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇന്നും നമ്മൾ പറയുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് റിക്വയർഡ് എന്ന ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ്. ഓക്കെ, റിക്വയർഡ് എന്ന് കൊടുക്കുന്നത് നമുക്ക് ടെക്സ്റ്റ് ഫീൽഡ് ഇൻപുട്ടിൻ്റെ ഉള്ളിൽ ഏതിന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എൻ്റർ ഫസ്റ്റ് നെയിം എന്ന ഭാഗത്തിനാണ് റിക്വയർഡ് ചേർത്ത് കൊടുക്കുന്നത്. റിക്വയർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഞാൻ ഈ പേജ് ഒന്ന് റണ്ണ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഇനി ഏതെങ്കിലും നമ്മളിവിടെ റിക്വയർഡ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ എൻ്റർ ഫസ്റ്റ് നെയിം എന്ന ഭാഗത്തിനാണ്. ഓക്കെ, ഇനി ഇത് റണ്ണ് ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ ഈ ഫസ്റ്റ് നെയിം എന്ന ഭാഗം മാത്രം ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഞാൻ എൻ്റർ ചെയ്ത് ഇമെയിൽ ഐ ഡി ആയതുകൊണ്ട് നമ്മൾ ഇമെയിൽ ഐ ഡി ഫോർമാറ്റിൽ തന്നെ എഴുതുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്ന് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ മുകളിൽ കാണിച്ചു തരുന്നുണ്ട് പ്ലീസ് ഫിൽ ഇൻ ദിസ് ഫീൽഡ്. അതായത് ഈ ഫീൽഡ് നിർബന്ധമായിട്ടും നമ്മൾ ഫിൽ ചെയ്യണം എന്ന് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമുക്കിവിടെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് റിക്വയർഡ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് നിർബന്ധമായിട്ടും ഫില്ല് ചെയ്യേണ്ട ഏതൊക്കെ ഫീൽഡുകളാണ് ഉള്ളത് അതെല്ലാം നമുക്ക് ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഓട്ടോ ഫോക്കസ്ഡ് ആണ്. അതായത് നമ്മളൊരു പേജ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഏത് ഭാഗമാണ് ആദ്യം തന്നെ കേഴ്സർ വന്ന് നിൽക്കേണ്ടത്, ആ കേഴ്സർ വന്ന് നിൽക്കേണ്ട ഫീൽഡ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഓട്ടോ ഫീൽഡ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഫോം ലോഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് പ്രത്യേകം വാല്യൂസ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അതിൽ എന്തെങ്കിലും വാല്യൂ ചേർത്ത് കൊടുക്കാൻ പറ്റൂ. എന്നാൽ ഈ ഫോം ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ കേഴ്സർ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് ഫീൽഡിലാണോ നമുക്ക് വാല്യൂ ടൈപ്പ് ചെയ്യേണ്ടത് ആ ഫീൽഡിലേക്ക് നമുക്ക് കൊണ്ടുപോയി കേഴ്സർ ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഫോക്കസ് എന്ന ഭാഗം എന്ന ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചേർത്ത് കൊടുക്കണേ എന്ന് നോക്കാം. ഇതേ രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് ഓട്ടോ ഫോക്കസ് എന്ന ഭാഗം ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ വന്ന് ഇത് സേവ് ചെയ്തു. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇതൊന്ന് ഞാൻ റീലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കേഴ്സർ ഇത് ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കേഴ്സർ ആ കോളത്തിൽ നമ്മൾ ഏതിലാണോ ഓട്ടോ ഫോക്കസ്ഡ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ കോളത്തിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കേഴ്സർ വന്ന് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലാണ് ഈ ഓട്ടോ ഫോക്കസ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ കേഴ്സർ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോ ഫോക്കസ് ഉപയോഗിക്കുന്നത്. സാധാരണ ഒരു വെബ്സൈറ്റിൽ പ്രധാനപ്പെട്ട ഫോമുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും പ്രത്യേകമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെയാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പ്ലേസ് ഹോൾഡർ എന്നാണ്. അതായത് നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രത്യേകം എന്തെങ്കിലും ഒരു മെസ്സേജ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് പ്ലേസ് ഹോൾഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പ്ലേസ് ഹോൾഡർ എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റർ നെയിം എന്ന്, അപ്പോൾ ഈ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ഉള്ളിൽ എൻ്റർ നെയിം എന്ന ഭാഗം ഇവിടെ കാണിച്ചു തരും. അതായത് നമുക്കിവിടെ പേര് ചേർത്ത് കൊടുക്കേണ്ട ഭാഗം, അതായത് ഇവിടെ പേര് ചേർത്ത് കൊടുക്കണം എന്ന് നമുക്കിവിടെ ജസ്റ്റ് ഒരു സൂചനയായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് പ്ലേസ് ഹോൾഡർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പേര് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടായിരുന്ന ഡാറ്റ ഓട്ടോമാറ്റിക്കായിട്ട് അത് റിമൂവ് ആയി പോയിട്ടുണ്ട്. നമുക്കിതിലെ ഏത് ഭാഗത്തിന് വേണം എന്നുണ്ടെങ്കിലും നമുക്ക് ഈ രൂപത്തിൽ പ്ലേസ് ഹോൾഡർ ചേർത്ത് കൊടുക്കാം. അതേ രൂപത്തിൽ തന്നെ നമുക്കിവിടെ ഇമെയിൽ ഐ ഡി ചേർത്ത് കൊടുക്കേണ്ട ഭാഗത്ത് ഞാൻ എൻ്റർ ഇമെയിൽ എന്നും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ പാസ്വേഡ് കൊടുക്കേണ്ട ഭാഗത്ത് ഞാൻ പ്ലേസ് ഹോൾഡറായി പാസ്വേഡ് എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഫോം ലോഡ് ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെയും ഉള്ളിൽ നമ്മൾ എവിടെ എന്തൊക്കെ ചേർത്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഈ രൂപത്തിൽ നമുക്ക് കാണിച്ചു തരും. അതിനു വേണ്ടിയാണ് നമ്മൾ പ്ലേസ് ഹോൾഡർ എന്ന ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് ഡിസേബിൾഡ്. ഏതെങ്കിലും ഭാഗം നമുക്ക് ടൈപ്പ് ചെയ്യാതെ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് ഡിസേബിൾ, അതായത് താൽക്കാലികമായിട്ട്
ആ ഭാഗത്തൊന്നും ടൈപ്പ് ചെയ്യേണ്ടാത്ത രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഡിസേബിൾ ഉപയോഗിക്കുന്നത്. ഡിസേബിൾ ചേർത്ത് കൊടുക്കാൻ ജസ്റ്റ് ഡിസേബിൾഡ് എന്ന് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ആ കോളത്തിലേക്ക് ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അതായത് നമുക്ക് ഈ എൻ്റർ ഇമെയിൽ എന്ന ഭാഗത്ത് നമുക്ക് ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ആ കോളം മാത്രം നമുക്ക് ഒന്നും ടൈപ്പ് ചെയ്യാത്ത രൂപത്തിൽ അത് ഡിസേബിൾഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിസേബിൾഡ് എന്ന ഫീൽഡ് ഉപയോഗിക്കുന്നത്. അടുത്തത് വരുന്നതാണ് നമുക്കിതിൻ്റെ സൈസ്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് നെയിം ടൈപ്പ് ചെയ്യാൻ ഇവിടെ ഡിഫാൾട്ടായിട്ട് ഇത്രയും സൈസാണ് വരുന്നത്. ഇത് നമുക്ക് സൈസ് കൂട്ടി ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സൈസ് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്ര ക്യാരക്ടർ വരെ ടൈപ്പ് ചെയ്യണമെന്ന് ചേർത്ത് കൊടുക്കാം. എക്സാമ്പിൾ 40 കൊടുക്കണമെങ്കിൽ അതിന് വലിപ്പത്തിനനുസരിച്ച് ആ ഫീൽഡിൻ്റെ വലിപ്പം അതിനനുസരിച്ച് കൂടി വന്നിട്ടുണ്ടാവും. ഇത്തരത്തിൽ നമുക്കിതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പാസ്വേഡും അതേപോലെ തന്നെ നമുക്കിതിൻ്റെ സൈസും കൂട്ടി ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് എത്രയാണോ ഇതിൻ്റെ സൈസ് വേണ്ടത് അത് നമ്മളിവിടെ കൊടുക്കുന്ന ടെക്സ്റ്റിൻ്റെ എണ്ണത്തിനനുസരിച്ച് അതിൻ്റെ സൈസ് നമുക്ക് വലിപ്പം കൂടി വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് റിക്വയർഡ് എന്ന ഭാഗവും, അതായത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കേണ്ടതിനാണ് നമ്മൾ റിക്വയർഡ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഓട്ടോ ഫോക്കസ്ഡ്, അതായത് ഏതിലാണോ നമുക്ക് ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഓട്ടോ ഫോക്കസ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഡിസേബിൾഡ്, അതായത് നമുക്ക് ഒന്നും ടൈപ്പ് ചെയ്യാത്ത രൂപത്തിൽ ഈ രൂപത്തിൽ നമുക്കൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഒരു ഫീൽഡിനെ മാറ്റാൻ വേണ്ടിയാണ് ഡിസേബിൾഡ് ഉപയോഗിക്കുന്നത്. അതേ രൂപത്തിൽ തന്നെ ഇതിൻ്റെ സൈസ് നമുക്ക് ചേർത്ത് വലിപ്പം കൂട്ടിക്കൊടുക്കാൻ, സൈസ് കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സൈസ് എന്ന ആട്രിബ്യൂട്ട്സും ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.